അമ്മ ഇത്ര മതിയോ അത്? ഓക്കെ കാണിച്ചു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ ഓണം കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷേ അന്നത്തെ ഒരു വയ്യഴുകിയും തിരക്കൊക്കെ കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പം പിറ്റേ ദിവസം, അതായത് അവിട്ടത്തിൻ്റെ അന്നാണ്. ഇതിവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ മോനും ഭാര്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ്. അവർക്ക് കോഴിക്കോടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കോട്ടയത്താണ് കേട്ടോ അവർ താമസിക്കുന്നത്. അപ്പോൾ കോട്ടയത്തുനിന്ന് വന്നതാണ് ഓണം ആഘോഷിക്കാനൊക്കെ. അപ്പോൾ സാധാരണ അവർ വന്ന് ഇങ്ങനെയാണ്, ഞങ്ങൾ പുറത്ത് പോവും, കറങ്ങും, ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കോഴിക്കോട് ബീച്ചൊക്കെ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞു. മറ്റേ വണ്ടി ആക്സിഡന്റ് ആയല്ലോ. ഇതാ നമ്മൾ ബീച്ച് എത്താറായി. അവിടുന്ന് ഇറങ്ങിയപ്പോഴുള്ള സൺലൈറ്റും ഇപ്പോഴും കണ്ടപ്പോൾ മനസ്സിലായില്ലേ, നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു. ഞങ്ങൾക്ക് കുറേ സമയമെടുത്ത് ഇവിടെ എത്താൻ വേണ്ടി. 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. സൺസെറ്റ് കാണാൻ വേണ്ടി പോയ ആൾക്കാരാണ്. സണ്ണൊക്കെ എവിടെയോ എത്തി, അത് കാരണം കാണാൻ പറ്റിയില്ല. നല്ല ലേറ്റായി. 7:30 8 മണിയൊക്കെ ആവാറായപ്പോഴാണ് ഞങ്ങൾ ബീച്ചിൽ തന്നെ എത്തുന്നത്. നേരെ ആദ്യം ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിലെത്തിയ ടൈം കണ്ടില്ലേ, കടൽ കാണാൻ വേണ്ടി കോട്ടയത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഇവിടുത്തെ കോഴിക്കോട് ബീച്ച് കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങളൊക്കെ ഇരുട്ടത്ത് കടൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായി പോയി. ആ ശ്രീകുട്ടി നേരത്തെ പറയും, ഇപ്പോഴാണ് എനിക്ക് വൈബിന് വെച്ച ഒരാളെ കടൽ കാണാൻ വന്നിരിക്കുന്നു. ഇവിടെ ഒരു കടലുണ്ട്, വീഡിയോയിലൊന്നുമില്ല. ശ്രീഹരി കുതിരപ്പുറത്തൊക്കെ കയറി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് സച്ചുവും ലച്ചും കുതിരപ്പുറത്തൊക്കെ കയറി. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഒരു രാത്രി ആയതുകൊണ്ടൊരു വലിയ ഒരു ലൈറ്റൊന്നും ഒരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു എന്തോ ഒരു പോലെ. പകലായിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു. വീഡിയോയിലൊന്നും ശരിക്കും പെടുന്നില്ല. നമ്മൾ കാണുന്ന പോലെയല്ല, അവിടെ ഉള്ള ലൈറ്റ്സൊക്കെ ഉള്ളതുകൊണ്ടേ വീഡിയോയിൽ അത്രയും അങ്ങ് ക്ലിയർ ആവുന്നില്ല. നമ്മൾ നേരിട്ട് കാണുന്ന അത്ര ഭംഗിയില്ല വീഡിയോ കാണുമ്പോൾ. ഐസ് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി എടുക്കും. കഴിക്കും. എല്ലാവരും ഒരു സ്പൂൺ ആകും. അല്ലല്ല, അതായിട്ടൊന്നല്ല. അതാണ് ഇത് ഇതാ ഈ സൈഡ്, 2 സൈഡ് കടിച്ചു. മോനെ കസേരയിലോട്ടിരിക്കേ.
ഞാൻ ടേസ്റ്റ് ചെയ്യാത്തത് എനിക്കത് വലിയ ഇഷ്ടമൊന്നുമില്ല അല്ലേ. ഞാൻ വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തിന്നില്ല. ഇതുപോലെ ടേസ്റ്റ് ഒക്കെ ഒരെണ്ണൊക്കെ കഴിക്കുന്നതാണ്. ഇവർക്ക് ഈ കോഴിക്കോടിലെ ഈ ഐശ്വര്യതി പിന്നെ കല്ലുമുക്കായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കഴിക്കാൻ പോയി. കല്ലുമുക്കായും പിന്നെ കോളിഫ്ലവർ പിന്നെ ഇത് കാടമുട്ടയില്ലേ, കാടമുട്ട ഫ്രൈ അതൊക്കെ കഴിച്ചു. പഴംപൊരി അങ്ങനത്തെ സ്നാക്സൊക്കെ പിന്നെ സ്ഥിരം കഴിക്കുന്നത് കൊണ്ട് അതൊന്നും ആർക്കും വേണ്ടിയിരുന്നില്ല. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. ഞാൻ കാടമുട്ട മാത്രമേ കഴിച്ചുള്ളൂ. നല്ല രസമുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കല്ലുമ്മക്കായ അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഈ റെക്കോർഡ് ബട്ടൺ ഞെക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കണത് എന്താണെന്നറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കും, റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകും. എന്നിട്ട് തുടക്കത്തിൽ ഞങ്ങൾ കാറിൽ കയറിയ സമയത്തൊക്കെ കുഞ്ഞുങ്ങൾ ഞാൻ ഹായ് പറയാൻ പറഞ്ഞിട്ട് ഇവർ പറയുന്നൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ റെക്കോർഡ് അമർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ. പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയും റെക്കോർഡ് ബട്ടൺ അമർത്തിയിട്ടുണ്ടോ എന്ന്. കുഞ്ഞുങ്ങളും ചോദിക്കും. വാങ്ങിയോ? ഇങ്ങോട്ട് വാ. ഫോണിൽ സ്പേസ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ മിഠായി തെരുവിലേക്ക് പോയി. അവിടെയും നല്ല വെറുതെ ഒന്ന് ഓടി നടന്നിങ്ങനെ കണ്ടുപോന്നു. അവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് വാങ്ങിയില്ല. ഞങ്ങൾ അത് കഴിഞ്ഞ് മാനാഞ്ചിറ സ്ക്വയറിലേക്ക് പോയി. പിന്നെ അവിടെയും കുറച്ച് സമയമൊക്കെ ഒന്ന് കുഞ്ഞുങ്ങൾ കളിക്കുകയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് സമയം അവിടെയും സ്പെൻഡ് ചെയ്തു. എന്നിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. ഫുഡൊക്കെ പുറത്തുനിന്ന് മേടിച്ചു. നല്ല അടിപൊളി ദിവസമായിരുന്നു. പിന്നെ അന്ന് എല്ലാവരും 11 മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോഴേക്ക്. പിന്നെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കലും കിടക്കുകയൊക്കെ ചെയ്തു. പിന്നെ അന്നത്തെ ദിവസം അത്രയൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണ്ടോ? അടിപൊളിയാണ്. ഇനി വയനാടുണ്ട്. വയനാടൊന്നും പോയി കണ്ടില്ലല്ലോ. ഇറങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് ഫുഡാക്കി തരും. വയനാട് എത്തണ്ട, താമരശ്ശേരിന്ന് അപ്പോൾ ഇതാ ഇവർ പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ കേട്ടോ. ഇവർക്ക് ഇനി വേറെ എവിടേക്കോ പോകാനുണ്ട്. ഇതുപോലെ ഇനി അടുത്ത വെക്കേഷന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസിനൊക്കെ വരുമായിരിക്കും. അപ്പോൾ കുറേ സ്ഥലത്തൊക്കെ പോകണം, അടിച്ച് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നടക്കുമോ ആവോ. എന്തായാലും പോകുമ്പോൾ ഒരു വിഷമം. ആര് വന്നാലും ഇവിടുന്ന് പോകുന്ന സമയത്തൊരു വിഷമം. വരുന്നവരൊക്കെ ഇവിടെ നിൽക്കണം. അതാണ് ഒരു സന്തോഷം. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ആ ഒരു രസം. എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോൾ ഭയങ്കര ഒരു ഉള്ളിൽ എന്തോ ഒരു പോലെയാണ്. അതെല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും അല്ലേ. പൊട്ടൊക്കെ മറ്റേ ലെൻസ് വെച്ച് നോക്കേണ്ടി വരും. അങ്ങോട്ട് നിൽക്കാം, അങ്ങോട്ട്. താനവിടെ ഉണ്ട് ഇഷ്ടം പോലെ മേക്കപ്പിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അന്ന് മറ്റാ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഡാൻസ് ബരിക്കിടാനുള്ള അടുത്തൊരു ബട്ടണുണ്ട്. അവളെ ഒരു ദിവസം വരണേട്ടാ. അടുത്തതാണ്. നന്നായിട്ട് പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതി പാസ്സായിട്ട് അവധിക്ക് കേട്ടാ.
ക്രിസ്മസിന് വരാം. ആ നോക്കട്ടെ. ന്യൂ ഇയർ വീഡിയോ റെക്കോർഡാ റെഡിയാക്കി റെക്കോർഡാണ്. ആ അതൊക്കെ ഓക്കെ അതല്ല വീഡിയോ റെക്കോർഡാണ് വരാന്ന് പറഞ്ഞത്. അല്ല ക്രിസ്മസ് പ്രൂഫ് ഉണ്ട്. ഈ സാധനം കണ്ടിട്ടില്ലേ? ഇല്ല ലച്ചുകൂടെ നിന്നു. അടുത്ത വെക്കേഷന് പോവാ. എന്നാലും ഞങ്ങളുടെ ബിരിയാണി കഴിച്ചില്ല. അടുത്ത തവണ ഈ അവക്ക് അങ്ങനെ പറയുന്നൊന്നും ഇഷ്ടമല്ലേട്ടാ. മുഖത്തിന്റെ ഷേപ്പൊക്കെ ഇതൊക്കെ മാറി. അടിപൊളി ബിരിയാണി ഉണ്ടെന്നല്ല പറഞ്ഞല്ലേ? സമയം നമുക്ക് കഴിക്കാം. അടുത്ത ടോപ്പ് ഫോമിൽ അടിപൊളിയാ. വേണ്ട ഇനി എവിടെയും പോണ്ട. ഇവിടെ വന്നാൽ മതി. ബിരിയാണി ഇവിടുത്തെ ബിരിയാണി നേരത്തെ പറഞ്ഞതുണ്ട് കേട്ടോ. കേക്കൊക്കെ ഓർഡർ ചെയ്ത് വെക്കും. വരാണ്ടിരിക്കരുത്. മെഡിക്കൽ കോളേജ് റോഡ് വഴി മറ്റേ ബിരിയാണിയിലങ്ങ് മറന്നുപോയി. തൊണ്ടയാടുന്ന ലെഫ്റ്റ് നേരെ ഇവിടുന്ന് കയറണേ. ഫസ്റ്റ് റൈറ്റ് പിന്നെ ലെഫ്റ്റ് കഴിച്ച് നേരെ തന്നെ പോയാൽ. തൊണ്ടയെടുത്ത് കിട്ടൂലേ? കല്യാണത്തിന് ഇറങ്ങിട്ട് ഫസ്റ്റ് വലത്തോട്ട് കയറിയത്. ഇവിടെ ഇറങ്ങിയിട്ട് വലത്തോട്ട് പിന്നെ കുറെ മുമ്പോട്ട് ലെഫ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെയാ. പിന്നെ തൊണ്ടയാട് വരെ നേരെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാരോടും. അങ്ങനെ അവർ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.